ഈ ഒരു വീഡിയോ ശ്രീകൃഷ്ണ ജയന്തിക്ക് എടുത്തൊരു വീഡിയോ ആണേ. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയത്. രാവിലെ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞാണ് വൈകിട്ട് പോകാൻ ഇറങ്ങിയത്. വൈകിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ അടുത്തൊരു അമ്പലമുണ്ട്, കുറേ പേര് ചോദിച്ചായിരുന്നു ഇത് ഏത് അമ്പലമാണെന്ന്. വള്ളുവൻതറ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ ആ അമ്പലത്തിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത് അവിടെ വന്നപ്പോഴത്തേക്ക് കുട്ടികളുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഈ ഒരു ഡാൻസിൻ്റെ ഞാൻ ഇങ്ങനെ സൗണ്ടിൽ ഇടണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് സൗണ്ടിൽ ഇടാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഇല്ലാതെ തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ 2-3 ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കൃഷ്ണനെയും രാധയായിട്ടൊക്കെ വേഷം കിട്ടിയ കുട്ടികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറേ രാധമാരും പിന്നെ കുറേ കൃഷ്ണന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുമക്കളെ എല്ലാം കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഒരുക്കുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ കുറേ ഉണ്ണിക്കണ്ണന്മാരെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ അവരുമായിട്ടൊക്കെ പിന്നെ ഇങ്ങനെ കണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ ഞാൻ ചെന്നപ്പം തന്നെ കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. അങ്ങനെ ആളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ പിന്നെ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഈ ഒരു പരിപാടിയൊക്കെ കണ്ടത്. ഇതായിരുന്നു നമ്മുടെ ഫാമിലി മെമ്പർ, കുട്ടി ഫാമിലി മെമ്പറിനെ കണ്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ മക്കളായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെ രണ്ടുപേരെയാണ് ഞാൻ കണ്ടത്. അവർ രണ്ടുപേരുടെയും മക്കളാണ് കേട്ടോ. അങ്ങനെ രാധയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് കുറേ നേരം കാര്യം പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഇറങ്ങി. അവിടുന്ന് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സേമിയ പായസമായിരുന്നു. അപ്പോൾ തന്നപ്പോൾ ഞാൻ പിന്നെ മേടിക്കാതിരുന്നില്ല, മേടിച്ച് കുറച്ചേ കഴിച്ചോളൂ. നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് വിളക്കത്തിക്കുന്നതൊക്കെ ഒരുക്കങ്ങളായിരുന്നേ. അപ്പോൾ നമ്മുടെ തുളസിയിലാണെങ്കിൽ എന്തോ വെട്ടിലോ പുഴുക്കളോ എന്തോ കയറിയിട്ടുണ്ട്. ഇങ്ങനെ മേളിലൊക്കെ ആ ഒരു ഇങ്ങനെ കിളിർത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ മണ്ടഭാഗമൊക്കെ ഞാനൊന്ന് കൈകൊണ്ട് തന്നെ നുള്ളി എടുത്ത് കളയാണ്. പിന്നെ പൊട്ടിക്കിളിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഇരുന്നിട്ടാട്ടോ വിളക്ക് കത്തിക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റാൻഡ് അധികം ഹൈറ്റ് ഇല്ലല്ലോ, നല്ല താന്നിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കുനിഞ്ഞ് നിന്നിട്ട് വേണം വിളക്ക് കത്തിക്കാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇരുന്നിട്ടാണ് കത്തിക്കുന്നത്. എനിക്ക് ബാക്ക് പെയിൻ ആ ഒരു സമയത്ത് വരുന്നുണ്ട്, നമ്മൾ ഒരുപാട് കുനിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ പിന്നെ കുത്തിയിരുന്നും കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ചമ്മനം കാല് പൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ കത്തിക്കും. എന്നിട്ട് ഇങ്ങനെ കുറേ നമ്മുടെ പരാതികളും പരിഭവങ്ങളൊക്കെ പറയുന്നൊരു സമയം ഞാൻ ഇതാട്ടോ. അതേപോലെ അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഞാൻ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കൃഷ്ണനെ കാണുമ്പോൾ ആണെങ്കിൽ എൻ്റെ കൃഷ്ണൻ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം പുള്ളിക്കാരനോട് പോയിട്ട് കുറേ വർത്തമാനങ്ങളൊക്കെ പറയും, എൻ്റെ പരാതികളും പരിഭവങ്ങളൊക്കെ പറയും. എന്നിട്ട് ഞാനിങ്ങനെ ചോദിക്കും, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ, അതോ ഇപ്പുറത്തെ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ കളയാണോ, അതോ കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിക്കുവാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇതോട്ട് കാര്യങ്ങൾ പറയാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനുമായിട്ട് ഞാൻ പോയിട്ട് വന്ന വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഫാമിലി മെമ്പറിനെയൊക്കെ കണ്ടായിരുന്നു അവിടെ വെച്ച്, ഇതോട്ട് നല്ല തിരക്കായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ കുഞ്ഞിനെ ഞാൻ ഇന്ന് എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞിട്ട് എൻ്റെ തോളത്ത് കയറിക്കോ, ഞാൻ നിന്നെ എടുത്തോളാം എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. എവിടെ എടുക്കാനാ, ഞാൻ പൊക്കിയ പൊങ്ങണ്ടേ. പിന്നെ വലിച്ചഴിച്ചുകൊണ്ടേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കാല് വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന കാരണം ഞാൻ പറഞ്ഞു ശരി വിട്ടേരെ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. അതായത് രാത്രിയിൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും കിടപ്പില്ല. ഒരു ക്യാരറ്റും 2 ഉരുളൻകിഴങ്ങും പിന്നെ ഒരു തക്കാളിയും ഒരു എന്താ പറയുക അമരയ്ക്ക കുറച്ച് കിടപ്പുണ്ടായിരുന്നു, അതും പിന്നെ സവോളയും കൂടി ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. വേറെ കഷ്ണങ്ങളൊന്നും ഇല്ല. ഇത് കിട്ടാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ മല്ലിയിലേക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാറിനുള്ളതാണ് ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇഡ്ഡലിക്കുള്ള മാവ് നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ആട്ടിക്കൊണ്ടുവരുന്ന മാവാണ് കേട്ടോ. നല്ല മാവായിരുന്നു കേട്ടോ. അടിപൊളി മാവെന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുമായിരുന്നു. ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം, അന്നേരം മനസ്സിലാവും. വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും അങ്ങനെ ചേർക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. വീട്ടിൽ നിന്ന് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്നപ്പം തന്നെ അവിടുത്തെ അങ്കിള് പറഞ്ഞായിരുന്നു നെല്ല് മോളെ ഇപ്പം ആൾ കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഒരു ചേട്ടൻ ഒരു കവറിനകത്ത് ആക്കിയിട്ട് ഇങ്ങനെ മാവ് ആട്ടി ഒരു കവറിനകത്തിട്ട് കെട്ടി ഇങ്ങനെ വെച്ചേക്കായിരുന്നു. അതങ്ങനെ കൊണ്ടുവന്ന് തന്നു. കൈയോടെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് ഇനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പാറിനകത്ത് തോരൻ പരിപ്പ് ഇച്ചിരി കൂടുതലായിട്ട് ഇടും കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ്, നല്ലൊരു കുറുകിയിരിക്കും. നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ആക്കി ഞാൻ ഈ സാമ്പാർ പരിപ്പും ഈ കഷ്ണങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്.
അപ്പോൾ എല്ലാം കൂടെ കുക്കറിനകത്താക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എന്താ നമ്മൾ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രം നമുക്ക് പതിയെ എടുക്കാം. ഇത് നമ്മൾ എപ്പോഴും ഒന്നും എടുക്കാത്തത് കാരണം ഞാനങ്ങ് മുകളിൽ കയറ്റി വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ട് നമുക്കിടെ എണ്ണയൊക്കെ തൂത്തിയിട്ട് നമ്മുടെ മാവും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ മാവ് ഇതാണ് കേട്ടോ, നല്ല പാക്കറ്റ് തോനെയുണ്ടേ. അപ്പം ഇത് എത്ര ആയിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല, 35 40 എങ്ങാണ്ടാന്ന് തോന്നുന്നു. നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ മാവ്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഈ മാവിൻ്റെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഈ മാവിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴേ എനിക്ക് തമിഴ്നാട്ടിൽ ചിറ്റൊക്കെ എന്നെ അവിടെ പറഞ്ഞു വിടുമായിരുന്നു. ഞങ്ങൾ കൊച്ചിയിൽ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് മാവ് മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതുകൂട്ട് ആട്ടി ഇങ്ങനെ ഗ്രൈൻഡറിനകത്ത് ആട്ടി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെച്ചേക്കും. അവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും, മാവായിട്ടും കൊടുക്കും. അപ്പോൾ നമ്മൾ പാത്രം കൊണ്ടുപോയി മേടിച്ചുകൊണ്ടൊക്കെ വരുമായിരുന്നു. എനിക്ക് അപ്പോൾ ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരും കേട്ടോ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ചില ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്തൊക്കെ മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഇഡ്ഡലി പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ ഞാൻ ഇപ്പുറത്തോട്ട് ആക്കി വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിട്ട് ഇഡ്ഡലിയും ആയതിന് ശേഷം നമ്മളൊന്ന് പിന്നെ നമ്മുടെ സാമ്പാറിനൊന്ന് കടുവറുത്തൊക്കെ ഒഴിക്കും. ഞാൻ ഈ കുക്കറിനകത്ത് വേവിച്ചിട്ട് പിന്നീടായിട്ട് ഇതോട്ട് കടുവറുത്തിട്ട് അതിനകത്ത് മസാലയൊക്കെ ആക്കി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിനകത്ത് വെക്കും. അപ്പോൾ ഈ മല്ലിയില കൂടുതലായിട്ടിട്ട് കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനം. ഇല്ലെങ്കിൽ ഒരാൾക്ക് വേറൊരു ഇഷ്ടവും ഒരാൾക്ക് വേറൊരു ഇഷ്ടമാണെങ്കിൽ ഞാൻ 2 രീതിയിൽ കറി വെക്കേണ്ടി വരത്തില്ലേ. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ മിക്ക കാര്യങ്ങളും ഒക്കെ. ആൾക്ക് എരിവ് അധികം പറ്റത്തില്ല, അതുകൊണ്ട് ഞാനും എരിവ് കുറച്ചാണൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഇഡ്ഡലി. നല്ല പാകത്തിന് നല്ല രീതിയിൽ ഇളകിയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ഒരു കവറും കൂടെ മേടിക്കണം അവിടെ നിന്ന്. നമ്മുടെ മിക്സ് ശരിയാവുന്നവരെ ഇങ്ങനെയൊക്കെ പോകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഒരു കുഞ്ഞൊരു പാത്രത്തിലോട്ട് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നാളത്തേക്കും കൂടെ ആണ് ഞാൻ സാമ്പാർ വെച്ചേക്കുന്നത്. അതായത് പിന്നെ നാളെ രാവിലെ നമ്മൾ പിന്നെ കറി വെക്കാൻ നോക്കണ്ടല്ലോ, അപ്പോൾ എളുപ്പമാവും. ഞാൻ സാമ്പാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രിയിൽ വെച്ച് വെക്കും, മീൻകറിയൊക്കെ. അപ്പോൾ നമുക്ക് പിറ്റേന്ന് രാവിലെ പിന്നെ കുഞ്ഞിന് ചോറ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പിന്നെ കറി വെക്കാൻ നിൽക്കേണ്ട, തോരനോ മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ സാമ്പാർ ഇഡ്ഡലി എൻ്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, കാരണം അധികം കഴിക്കത്തില്ല. ഇഡ്ഡലി ദോശ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഡ്ഡലി ദോശയൊന്നും അങ്ങനെ അധികം ആൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ചില സമയത്ത് സാമ്പാറിൻ്റെയൊക്കെ ആ ടേസ്റ്റ് കൊണ്ട് നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇന്ന് ഉണ്ടാക്കിയത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ അടുത്ത് പിന്നീടും ചോദിച്ചു ഇനി ഇഡ്ഡലി ഉണ്ടോ എന്ന്. പിന്നെ ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അതെല്ലാം കഴിക്കേണ്ടി വരും. പിന്നെ ഈ കണ്ടത് നമ്മുടെ ലൈവായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടായിരുന്നു നമ്മൾ ലൈവിന് വന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലൈവായിരുന്നു, അതായത് യൂട്യൂബിനകത്ത് ആദ്യത്തെ ലൈവ്. യൂട്യൂബിൽ നിന്നല്ല, നമ്മൾ എന്തിനകത്തായാലും ആദ്യമായിട്ടുള്ളൊരു ലൈവായിരുന്നു കേട്ടോ അത്. അപ്പോൾ യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് വന്നതും. ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു, കാരണം കുറേ ഫാമിലി മെമ്പേഴ്സ് വന്ന് നമ്മളോട് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ആദ്യം കയറിയ സമയത്തൊക്കെ എൻ്റെ നെഞ്ചിടുന്ന ടപ്പേന്ന് ഇരിക്കുമായിരുന്നു, കാരണം ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ, അതിൻ്റെയൊക്കെ ടെൻഷനാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ലൈവൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടായിരുന്നു ഞാൻ പിന്നെ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചത്. തോരന് വേണ്ടിയിട്ടായിരുന്നു. ബീട്രൂട്ട് കുറച്ചെടുത്ത് അരിഞ്ഞ് വെക്കുന്നുണ്ട്, ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ അതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കും കൂടെ ഉള്ളത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെണ്ടയ്ക്ക വെച്ച് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത്ര നാളായി. ഞാനാണെങ്കിൽ പിന്നീട് അതങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി കടലമാവ് വാങ്ങിച്ചെങ്കിലേ ഉള്ളൂ, തീർന്നിട്ടുണ്ടായിരുന്നു, കുറച്ചേ ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു പിന്നീട് ഉണ്ടാക്കി കാണിക്കാന്നേ. അപ്പോൾ വേറൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാം. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലാക്കി പിന്നീട് നമ്മൾ പാത്രങ്ങൾ എടുത്ത പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുകാൻ. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമായിരുന്നു. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ കൃത്തിവാസ് മോൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 30 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോനു, ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മോന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ കുഞ്ഞു മോന് വേണ്ടിയിട്ട് എൻ്റെ ചക്കര ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു വെള്ളം അങ്ങനെ കിടന്നിട്ട് ഒരുമാതിരി പാട് പോലെ ആവും കേട്ടോ. അതുകൊണ്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം അവിടേക്കൊന്ന് തുടച്ചും കൂടെ വൃത്തിയാക്കി ഇടുന്നുണ്ട്.
പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ, അതാണ് അടുപ്പത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് എന്തായാലും അന്നേരത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിൽ ഞാൻ തണുത്തത് ഒഴിച്ച് വെച്ചിരുന്നതായിരുന്നു. പിന്നെ കിടക്കുന്നതിന് മുന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യും, ഗ്യാസ് ഓഫ് ആണോ അല്ലയോ എന്നില്ലെങ്കിൽ എനിക്ക് പേടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.